കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു സാമുദായിക നേതാവെന്ന് അറിയപ്പെടുന്ന ഒരു അധ്യാപിക, ഒരു ടീച്ചർ, അങ്ങനെ വിളിക്കാൻ എന്റെ നാവിന് വിഷമമുണ്ട്. അവര് പറഞ്ഞത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാണെങ്കിലും അവർക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും അവർ മുസ്ലിം ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുസ്ലിം ആയാൽ എന്താ കുഴപ്പം? നായർക്കാകാമെങ്കിൽ നാടാർക്കാർക്കാമെങ്കിൽ ഈഴവനാകാമെങ്കിൽ ഈ കേരളത്തിന്റെ സാമൂഹിക സൗഹാർദ്ദങ്ങളെ കണ്ണിലെണ്ണ ഒഴിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ച് ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ മുസ്ലിം ആയതുകൊണ്ടൊരു തടസ്സമുണ്ടാവില്ല. 6% മാത്രം ക്രിസ്ത്യാനികളുള്ള തമിഴ്നാട്ടിൽ ജോസഫ് വിജയിക്ക് മുഖ്യമന്ത്രിയാകാമെങ്കിൽ 25% മുസ്ലിമീങ്ങളുള്ള കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. ജോസഫ് വിജയ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എത്രയാ? 6%. തമിഴ്നാട്ടിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ കേരളം വലിയ പുരോഗതിയിലാക്കുകയാണെന്ന് പറയുന്നത് വെറുതെയാണ്. 25% വരുന്ന ഒരു സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി വന്നാൽ കേരളത്തിന് ഒന്നും തകർന്നു പോവില്ല. അങ്ങനെ തകർക്കുന്ന പാരമ്പര്യമല്ല മുസ്ലിമിന്റേത്. ഈ നാടിന്റെ പൈതൃകത്തെ, സൗഹാർദ്ദത്തെ, മതസൗഹാർദ്ദത്തെ ഒക്കെ ചേർത്ത് പിടിച്ച് നടന്നു പോകുന്ന ഒരു പൈതൃകമാണ് മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകം. അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കേരളം അത്രമേൽ വിശിഷ്ടമാണെന്ന് പറയുന്നത് ഈ വിഷപ്പാമ്പുകൾ വിഷം ചീറ്റുന്ന ഒരു കാലത്ത്, അംഗീകരിക്കാൻ വൈമനസ്യമുള്ള കാലത്ത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന ഒരു സമുദായത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ആധാർ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എത്രമേൽ വിഷലിപ്തമായ വർഗീയതയുടെ വിത്തുകളാണ് ഈ സുന്ദര കേരളത്തിൽ ഇവർ വിതയ്ക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴും പ്രശസ്ത മാധ്യമ പ്രവർത്തക ഷാനി പ്രഭാകരന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ വിഷം തുപ്പിയിട്ടും നമ്മൾ ഈ കേരളത്തിൽ മനോഹരമായി സൗഹാർദ്ദത്തോടെ ജീവിച്ചു പോകുന്നല്ലോ എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ്വാസം. ഇവരൊക്കെ ഉണ്ടായിട്ടും തവനൂരിലെ ക്രിസ്ത്യാനിയായ VS ജോയി ജയിക്കുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അംഗബലം എത്രയാണ്? ആ VS ജോയിക്ക് വോട്ട് കൊടുക്കാൻ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിന് യാതൊരുവിധ വൈമനസ്യവുമില്ലെങ്കിൽ അതാണ് കേരളം. എനിക്കിത് പറയാൻ മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയം പറയേണ്ട സമയവുമല്ല. ഞാൻ ഈ സാമുദായിക സൗഹാർദ്ദം തകരരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹാജർ റളിയല്ലാഹു അൻഹു അടിമയാണ്. 4ാമത് ഹാജർ റളിയല്ലാഹു തആല അൻഹു വിദേശിയാണ്. ആ വിദേശിയെ നമ്മൾ അംഗീകരിക്കൂല. ഇപ്പൊ നീലാഞ്ചേരി ഇപ്പൊ അവിടെ വന്നിട്ട് ഒരു വലിയ 2 കോടിയുടെ പള്ളി വെച്ച് തരാന്ന് അറബി പറഞ്ഞു. 2 കോടി രൂപ വാങ്ങിച്ച് നമ്മൾ പള്ളിയൊക്കെ വെച്ചു. ഉദ്ഘാടനത്തിന് അറബി പറഞ്ഞു എന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് പറ്റൂല, അത് മഹല്ലംഗങ്ങൾക്ക് പറ്റും. അല്ലെ? ആ സമയത്ത് നമ്മൾ പറയും പള്ളി വെച്ചതൊക്കെ നിങ്ങളാണ്, 2 കോടി എന്നാണ്. പക്ഷെ പ്രസിഡന്റ് ആവാൻ സ്വദേശിക്കേ പറ്റൂ, വിദേശിക്ക് പറ്റില്ല. നാലാമതായി ഹാജർ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ പോരായ്മയായി ലോകം കാണുന്നത് അവരൊരു സ്ത്രീയായിരുന്നു. അടിച്ചമർത്തപ്പെടുന്ന പെണ്ണ്, ദുർബലയായ പെണ്ണെന്ന് നമ്മൾ പറയുമ്പോൾ പട്ടാപാതിരക്കല്ല, പകല് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പെണ്ണ്. ആ പെണ്ണ് എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന പെണ്ണ്. പട്ടാപകല് സ്വന്തം മാതാവിന്റെ ചൂടും അനുഭവിച്ചുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന 6 വയസ്സുകാരി കുഞ്ഞിനെ, ആ കുഞ്ഞിനൊരു പെണ്ണിന്റെ രൂപമുള്ളത് കൊണ്ട് ആ പാവപ്പെട്ട 6 വയസ്സുള്ള പിഞ്ചു പൈതലിനെ എടുത്തുകൊണ്ടുപോയി മാനഭംഗം ചെയ്യാൻ കാത്തു നിൽക്കുന്ന കാട്ടാളന്മാരുടെ നാട്ടിൽ പെണ്ണെന്ന് പറഞ്ഞാൽ ഭോഗിക്കാനുള്ളതാണ്, അവളെ പിച്ചു ചീന്താനുള്ളതാണ് എന്ന് കരുതുന്ന ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ
മുമ്പിൽ ഹാജർ റളിയല്ലാഹു തആല വലിയ ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. സഹോദര സഹോദരി, 4 പോരായ്മകളായി ആധുനിക സമൂഹം ഗണിച്ചുകൊണ്ടിരിക്കുന്ന ആ പോരായ്മകളെല്ലാം മറികടന്ന് ഹാജർ റളിയല്ലാഹു അൻഹ കറുകറുത്ത പെണ്ണ, ഹാജർ റളിയല്ലാഹു തആല അടിമവർഗത്തിൽപ്പെട്ട പെണ്ണ, അമീരു വർഗത്തിൽപ്പെട്ട അടിമ പെണ്ണ. ഹാജർ റളിയല്ലാഹു തആല വിദേശിയാ, ഹാജർ റളിയല്ലാഹു തആല ഒരു സ്ത്രീയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എല്ലാ പോരായ്മകളെയും എല്ലാ ദുർബലതകളെയും മറികടന്ന് ഹാജർ റളിയല്ലാഹു തആല ലോകത്തുണ്ടായ ഏറ്റവും വലിയ സംഭവം ഏതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്ന സഫാ വൽ മർവത മിന ശഅഇരില്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിന ശഅഇരില്ലാഹ്. സഫയും മറുവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് എന്ന് ലക്ഷോപലക്ഷം ഹാജിമാര് കാലിത വെട്ടാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും ധൃതിയിലും അല്ലാതെയും ഓടിത്തീർക്കുന്ന സഫയും മറുവയും ഇല്ലേ? ആ സഫയും മറുവയും അന്നും കരിമ്പാറക്കെട്ടുകളാണ്. ഇന്ന് സൗദി ഗവൺമെന്റ് സൗകര്യാർത്ഥം ഗ്ലാസ് വെച്ചിട്ട് മറച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് സഫയും മറുവയും വെറും പാറക്കെട്ടുകളാ. ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ലോകാവസാനം വരെ വരുന്ന മനുഷ്യര് നടന്നു പോകണം. അതിന് കാലിത വെട്ടാത്ത ഹാജിമാരുണ്ടാവരുതെന്ന് അല്ലാഹു ശഠിച്ചിട്ട് ആ സഫയും മറുവയും ഇന്നും പൈതൃകമായി നിലനിർത്തുന്നത് എന്തിനു വേണ്ടി എന്നറിയോ? പ്രിയപ്പെട്ട സ്വന്തം പൈതല് പൈതാകത്താല് കൈകാലിട്ടടിച്ച് നിലവിളിക്കുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളം തേടിയിട്ട് പരിഭ്രാന്തിയോടെ പാഞ്ഞുപോയൊരു കറുകറുത്ത പെണ്ണിന്റെ ജീവിതത്തിന്റെ സ്മാരകമായി, അവളുടെ പടച്ചറപ്പിനോടുള്ള സമർപ്പണത്തിന്റെ സ്മാരകമായി, എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തറികടന്ന് മനോഹരമായൊരു ദീനിനെ ലോകത്ത് സമ്മാനിച്ചതിന്റെ പ്രതീകമായി ഇന്ന സഫാ വൽ മർവത മിന ശഅഇരില്ലാഹ്. സഫയും മറുവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. സഹോദര സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പോരായ്മകളും പ്രതിസന്ധികളും പറഞ്ഞ് ശപിക്കുന്നതിന് പകരം എല്ലാ പോരായ്മകളെയും എല്ലാ പെങ്ങളെ നിന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ, അവസാനം വരെ നിന്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ, നീ ഒരു നല്ല ഭാര്യയാണോ നിനക്ക് ഹാജർ മതി, നീ ഒരു നല്ല ഉമ്മയാണോ നിനക്ക് ഹാജർ മതി, നീ ഒരു നല്ല അടിമയാണോ നിനക്ക് ഹാജർ മതി. റളിയല്ലാഹു അൻഹാ, ഇതേവരെ ലോക ചരിത്രത്തിൽ ഇതേപോലൊരു പെൺകുട്ടിയെ കാണാൻ കഴിയില്ല. അത്രമേൽ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു പെണ്ണ്, പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ താണ്ടി നടന്ന പെണ്ണ്, അതേപോലെ ജീവിതത്തിൽ കണ്ണുനീരുകൾ ജീവിതത്തിൽ വന്നുപോയ പെണ്ണ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിയായിരുന്നല്ലോ മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ ജഅഫർ റളിയല്ലാഹു തആല മുഅ്താ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന നേരം മഹാനായ ജഅഫർ റളിയല്ലാഹു തആല മുഅ്താ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുമ്പോ ആ വിവരം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന നേരം മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കുറെ നാളുകളായി യുദ്ധത്തിന് പോയിട്ട് വിവരമൊന്നുമില്ലാതെ ഭർത്താവിനെ പ്രതിയിട്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനോട് പറയുന്നു, സഹാബാ എന്റെ ജഅഫർ ഷഹീദായി പോയി, എന്റെ ജഅഫർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജഅഫർ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോ പറയും, അശ്ബഹത ഖൽഖി വ ഖുലുഖി, ജഅഫറേ രൂപത്തിലും സ്വഭാവത്തിലും നീ എന്നെ പോലെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിരൂപമെന്ന് തോന്നിക്കുന്ന ഹബീബിന്റെ സ്വഭാവത്തിന്റെ പരിച്ഛേദമായി മാറിയ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയത്രേ. അവസാനം പറഞ്ഞു, സഹാബാ
നമുക്ക് ജഅഫറിന്റെ വീട്ടിൽ പോയിട്ട് വിവരം പറയാം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും തന്റെ വീടിനെ ലക്ഷ്യമാക്കി കൂട്ടത്തോടെ വരുന്നത് കണ്ടപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വിവരവും കാത്തിരിക്കുന്ന മാസങ്ങളായി പോയിട്ട് വിരഹ ദുഃഖമറിയുന്ന ഭാര്യ ഉമ്മു സുലൈം കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും വരുന്നത് കണ്ടപ്പോൾ പന്തികേട് തോന്നി. നമ്മുടെയൊക്കെ വീട്ടില് ഒരു സമയത്ത് മഹല്ലിലെ ഇമാമും കമ്മിറ്റി അംഗങ്ങളും നാട്ടിലെ എല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ പെങ്ങളെ നിങ്ങൾക്ക് അപകടം മണക്കില്ലേ, എന്തോ വലിയ സംഭവം നടന്നെന്ന് തോന്നില്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിലെന്തോ അപാകത തോന്നിയ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഹൽ ബലഗ ജഅഫറുൻ, ഓ നബിയേ ജഅഫറിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് നിങ്ങളുടെ ഉപ്പാനെ പ്രതീക്ഷിച്ചിട്ട് ഉമ്മു സുലൈമിന്റെ ഇരുഭാഗത്ത് നിൽക്കുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ തന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈമേ, ഉമ്മു സുലൈമേ, ഉമ്മു സുലൈമേ, ഖുത്തില ജഅഫറു, ഖുത്തില ജഅഫറു, ഖുത്തില ജഅഫറു, ജഅഫർ കൊല ചെയ്യപ്പെട്ടു ഉമ്മു സുലൈം. നിന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി മുഴുത്താരണാങ്കണത്തിൽ കൊല ചെയ്യപ്പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സുലൈമിനോട് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയിട്ടും മാസങ്ങളായി. സഹോദരി, വിദേശത്തേക്ക് യാത്ര പറഞ്ഞ് കവിൾത്തടത്തിൽ മുത്തം നിറഞ്ഞു പോയ ഭർത്താവ് അവസാനം എന്നും വിളിക്കുന്ന ഭർത്താവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ എന്തെന്നറിയാതെ ആശങ്കയിലിരിക്കുമ്പോ നാട്ടുകാർ വന്നിട്ട് നിന്റെ ഭർത്താവ് വിട പറഞ്ഞു പോയി, അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു പെണ്ണിന്റെ അവസ്ഥ എന്താ? ആരായ ഉമ്മരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ അയുത്തിമ ബനൂ, എന്റെ ജഅഫറിന്റെ മക്കൾ യതീമായ നബിയേ, എന്റെ മക്കൾ അനാഥരായ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് പൊന്നുമക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഉമ്മു സുലൈം, ഇല്ല ഇല്ല, നിന്റെ മക്കള് അനാഥരാവില്ല, ഞങ്ങളുണ്ടെന്ന് പറയുമ്പോ ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, ഇന്നിംറഅത്തുൻ മുസ്ബിയാ, ഇന്നിംറഅത്തുൻ മുസ്ബിയാ, ഞാൻ എന്റെ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടതാണ് നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട പെണ്ണാ. സഹോദര സഹോദരി, ഉമ്മു സുലൈം പറഞ്ഞതുപോലെ എന്റെ ഭർത്താവിനിക്ക് നഷ്ടപ്പെട്ട് എന്റെ വീട്ടുകാരനിക്ക് തുണയില്ല. ജീവിതത്തിൽ അനേക സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മരണങ്ങൾ നമ്മുടെ ജീവിതത്തെ അനാഥമാക്കിയ 1000 പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ നാം ജീവിച്ചു പോകുമ്പോ ആ പോകുന്നവർക്ക് മാതൃകയാണ് ഉമ്മു സുലൈം. ആ ഉമ്മു സുലൈമിന് മാതൃകയാണ് ഹാദർ റളിയല്ലാഹു തആല അൻഹാ. ഇതേപോലെ പരീക്ഷിക്കപ്പെട്ട ഒരു പെണ്ണ്, ഇതേപോലെ പരീക്ഷിക്കപ്പെട്ട ഒരു പെണ്ണ്. ഹാജറിനെ മറക്കരുതേ, ഹാജർ റളിയല്ലാഹു അൻഹയെ മറക്കരുതേ. പ്രിയപ്പെട്ട ഭർത്താവ് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ പൊന്നുമോൻ ഇസ്മായിൽ വെള്ളത്തിന് വേണ്ടി കൈകാലിട്ടടിക്കുന്ന നേരത്ത് ആ ഇസ്മായിലിനെ ഇന്ന് കയബാലയം നിൽക്കുന്ന ഭാഗത്ത് പൊന്നുമോനെ മലർത്തിക്കടത്തി അപ്പുറത്തെ സഭാമറവയുടെ മലഞ്ചരിവുകളിലൂടെ ഹാജർ റളിയല്ലാഹു അൻഹ വെള്ളത്തിന് വേണ്ടി ഓടുമ്പോ വാപ്പിളന്ന് കരയുന്ന പൊന്നുമോന്റെ തൊണ്ടക്കുടിയിലേക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഓടുന്ന നേരത്ത് അതാ ഇസ്മായിൽ വാവിട്ട് നിലവിളിക്കുന്നു. നോക്കുമ്പോ ഒരു വലിയ ചെന്നായ ഇസ്മായിലിനെ കടിച്ചു കയറാൻ കൈവാലയത്തിന്റെ മുമ്പിൽ വാപിളർന്ന് നിൽക്കുകയാ. പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഓടിത്തളർന്ന ഹാജർ റളിയല്ലാഹു അൻഹാ ഭർത്താവേൽപ്പിച്ചിട്ട് പോയ പൊന്നുമോൻ ഇസ്മായിലിന്റെ മുമ്പിൽ വശന്ന് വരഞ്ഞ ചെന്നായ വാപൊളിച്ചു നിൽക്കുമ്പോ
പ്രിയപ്പെട്ട പെങ്ങളെ, പതറാനല്ല ജീവിതം, തളരാനല്ല ജീവിതം, തകരാനല്ല ജീവിതം. അമ്മായി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കുത്തുവാക്ക് കേട്ടാൽ അവസാനം മരച്ചാൻ കയറിലേക്ക് ഒരു ചാൻ കയറിലെ ജീവിതം അവസാനിക്കുന്ന പെണ്ണേ. ഒരാള് കുത്തുവാക്ക് പറഞ്ഞാൽ, ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ, ഏത് പ്രയാസം വന്നാലും ആത്മഹത്യയെ കുറിച്ച് പറയുന്ന കുടുംബലോകത്തോട് ഈ അടുത്ത സമയത്ത് വല്ലാതെ വേദനിക്കുന്ന ഒരു വാർത്ത കേട്ടു. ഒരു പെണ്ണ് തന്നെ മകനുമായി ആത്മഹത്യ ചെയ്തത്രേ. എന്താണ് കാരണമെന്നറിയോ? ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മ മരിച്ച വേദന താങ്ങാൻ കഴിയാതെ മോള് തന്റെ മോനുമായി ആത്മഹത്യ ചെയ്തത്രേ. ഇത്രമേൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എല്ലാം മരണമാണ് അവസാനമെന്ന് കരുതുന്ന ലോകത്ത് പൊരുതി നിൽക്കാനാണ് ജീവിതം, തളരാനല്ല ജീവിതം. പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് പൊന്നുമോനെ ചെന്നായ കടിച്ചു കയറാൻ പോകുമ്പോ ഹാജർ റളിയല്ലാഹു തആല അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ എന്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ ഓടി വന്നതാണ് ഞാൻ ആ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വന്നതാണ്. ആ സമയത്ത് അല്ലാഹുവേ, ചെന്നായി എന്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കാൻ വന്നാൽ ആ ചെന്നായിയുടെ റബ്ബ് നീയാണ്, എന്റെ റബ്ബ് നീയാണ്, ഇസ്മായിലിന്റെ റബ്ബ് നീയാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഹാദറിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കരിമ്പാറ കെട്ടിന്റെ ഉള്ളിൽ നിന്ന് വാ പുറത്ത് നിൽക്കുന്ന ചെന്നായിയുടെ മുമ്പിൽ ഹാദർ എന്ന പെണ്ണിന്റെ കൽബ് നിറഞ്ഞപ്പോ, സഹോദരാ, തിരിച്ചു വരുന്നത് വരെ ആ പിഞ്ചു പൈതലിന് ചെന്നായ കാവല് നിർത്തിയിട്ടുണ്ടെങ്കിൽ പെങ്ങളെ, നെഞ്ചു പിളരുന്ന ദുആ കൊണ്ട് ചെന്നായെ കാവൽ നിർത്തിയ എല്ലാ പ്രതിസന്ധികളെയും പരിമിതികളെയും മറികടന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരടിമയുടെ പേരാണ് ബീവി ഹാജർ. ബീവി ഹാജർ പറയും, ബീവി ഹാജർ. നിങ്ങൾ എന്താ ഇങ്ങനെ ഉണ്ടായിരിക്കുക? ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെ വിട്ടുപോണത്. ആ പരിമിതികളെ തോൽപ്പിച്ചിട്ട് പടച്ചവനെ അനുകൂലമാക്കിയ ഒരു പെണ്ണിന്റെ കൽബിന്റെ കണ്ണീരിന്റെ പേരാണ് ഹാജർ. വലിയ യോഗ്യതയൊന്നുമില്ല, നിന്നെപ്പോലെ സൗന്ദര്യമില്ല, പാരമ്പര്യമില്ല, പണമില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും പടച്ചറബുമായിട്ടുള്ള നിന്റെ ബന്ധം എത്രയാണ്? പടച്ചറബുമായിട്ടുള്ള നിന്റെ സാമീപ്യം എത്രയാണ്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഉഷാറാവാതെ ഞാൻ ഉഷാറാവില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മൈക്കിന്റെ സൗണ്ട് കുറയുന്നു. ആദ്യത്തെ ഒരു കുമ്മിൽ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വരെ ആ തുടക്കത്തിലുള്ള ആട്ടവും പാട്ടവും ഒന്നും ഇപ്പൊ 6 മാസം കഴിഞ്ഞാല് കല്യാണം നടക്കണതിന്റെ എന്നോ ബഹളം. ഇങ്ങനെ പിടിച്ചു കിടക്കണ്, അങ്ങനെ പിടിച്ചു കിടക്കണ്, ഇങ്ങനെ പിടിച്ചു കിടക്കണ്. ആ കറക്കി ഒരു 6 മാസം കഴിഞ്ഞ് നോക്കിയാൽ വീടിന്റെ സിറ്റൗട്ടിൽ കാണാം ലൈംഗമ്പി കാക്ക ഇരിക്കണവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് പോകാൻ നോക്കി. ഒന്നും മിണ്ടാനുമില്ല, പറയാനുമില്ല. അലി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, എന്താണ് വിവാഹം? മഹാനവറുകൾ പറയുന്നത്, വുജൂബുൽ മഹർ സുറൂറു ശഹർ ഹുമൂമുദ് ദഹർ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. ആലു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ആ കുടുംബം പോലെ നമ്മുടെ കുടുംബമായി മാറണം. മഹാനായ മഹദിയായ ഹാജർ റളിയല്ലാഹു തആല അൻഹ, ആ സമയത്ത് ഹാജർ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി തങ്ങളുടെ ആ പാരമ്പര്യം കടന്നു വരുന്നത് ആ കുടുംബ പരമ്പരയിലൂടെയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരി, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു പോകുമ്പോ ഭർത്താവായ ഇബ്രാഹിം നബി മുമ്പിൽ പോവുകയാണ്. കുറെ കഴിഞ്ഞ ഇബ്രാഹിം നബി ആംഗ്യം കാണിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു, നിന്നു. ഇബ്രാഹിം നബി നേരെ നടന്നുപോയി. കണ്ണെത്താ ദൂരത്തെത്തിയപ്പോ ഹാജർ ചോദിച്ചു, ആ അമറക്കല്ലാഹു ബിഹാദാ, പടച്ചോൻ പറഞ്ഞിട്ടാണോ എന്നെയും ഈ പിഞ്ചു പൈതലിനെയും മരുഭൂമിയിൽ ഇട്ടിട്ട് പോണത്?
അപ്പൊ ഇബ്രാഹിം നബി നോക്കാതെ പറഞ്ഞു നഅമദ് ഇതല്ല യുദിഅന, എന്നാ പടച്ചോൻ കൈവിടൂല. വിട്ടില്ല, പടച്ചോൻ കൈവിടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ വിളിച്ചാൽ ഇപ്പൊ കേസാ, ഫുള്ള് കേസായി. പെണ്ണുങ്ങളെ എന്ന് വിളിച്ചാൽ സ്ത്രീയുടെ അഭിമാനത്തെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാരീരത്നങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മഞ്ചേരി ടൗണിൽ പോയിട്ട് ഭർത്താവുമായിട്ട് പോയതാണ്. മഞ്ചേരി ടൗണിൽ പോയി ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞും കയ്യിലുണ്ട്. മഞ്ചേരി ടൗണിലെ സിഗ്നലിൽ എത്തിയപ്പോ ഭർത്താവ് പറഞ്ഞു ഭാര്യ അവിടെ നിന്നു. മൂപ്പില നേരെ പെരിന്തൽമണ്ണയ്ക്ക് പോണ വഴിയിൽ ഒരു 1/2 കിലോമീറ്റർ പോയപ്പോ ഭാര്യ വെച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? പടച്ചോൻ പറഞ്ഞിട്ടാണ്. ഞാൻ പടച്ചോൻ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാ പടച്ചോൻ ഞങ്ങളെ കൈവിടൂല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിക്കും. ആ സമയത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും? അയാൾ പോയാൽ ഈ പെണ്ണ് നിലവിളിച്ച് ആളെ കൂട്ടും. ആള് വരും, പണ്ടുപോലെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, ഇയാൾ വേറെ പെണ്ണിന്റെ വീട്ടിൽ പോകാന്ന് പ്രശ്നം ഉണ്ടാവും. എന്നാൽ തന്നെ അവള് നിലവിളിച്ചാൽ ഓടിക്കൂടാൻ ആളുകൾ ഉണ്ടാകും, സ്ത്രീയുടെ സംരക്ഷണത്തിന് ആളുകൾ ഉണ്ടാകും, അവകാശ പ്രഖ്യാപനത്തിന് ആളുകൾ ഉണ്ടാകും, ഫെമിനിസ്റ്റുകൾ ഉണ്ടാവും. അരമീത്ത തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഭാഷനാണെന്നുള്ള പുതിയ സമവാക്യത്തിന്റെ അവതാരകരുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ കൂടും. ഒന്ന് നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ ഓടി വരാൻ പോലും കഴിയാത്ത, മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭർത്താവ് പോകുന്ന നേരം ശ്രദ്ധിച്ചു കേട്ടോളീൻ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഹാദറിനെ വിട്ടിട്ട് ഞാൻ ഇനി ഇസ്മായിൽ നബിയിലേക്ക് പോവുകയാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആ പോകുന്ന സമയത്ത് തന്റെ ആ പ്രിയപ്പെട്ട പൈതലിനെ വളർത്തി ഹാദർ റളിയല്ലാഹു അൻഹു. കുറെ കാലം കഴിഞ്ഞ് പലസ്തീനിൽ നിന്ന് ഇബ്രാഹിം നബി തിരിച്ചു വന്ന നേരത്ത് പറഞ്ഞു, ഹാദർ നമ്മുടെ മകനെ കഴുത്തിറക്കണം. ഹാദർ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, നിലവിളിച്ചില്ല. അറുത്തോളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ. എല്ലാവരും 3 സ്വലാത്ത് അലൈഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ ഇഷ്ടപ്പെട്ട ഖലീലിന്റെ വർത്തമാനം പറഞ്ഞ് നിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്ന സദസ്സാണ്. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദീനിനു വേണ്ടി ത്യജിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ സ്വാർത്ഥരാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ചെയ്യുന്നതല്ല നീ സ്വീകരിച്ചു ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാഅല്ലാഹ് ഈ സംഘാടകരുടെ യൂസുഫാക്ക 50 വർഷത്തെ പാരമ്പര്യവുമായി വക്കച്ചുമായിട്ട് അദ്ദേഹത്തെ നിരാശനാക്കരുത്. ഈ സദസ്സിനെ നിരാശനാക്കരുത്. അവസാനം നമ്മുടെ ദുആ ഉണ്ടാവും. ഫരീദ് റഹ്മാനി പറഞ്ഞില്ലേ 6666 സ്വന്തം ഉമ്മാടെ പേരില് രസീദിൽ എഴുതിയിട്ടാണ് 60 ലക്ഷത്തിന്റെ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ ഒരു തടസ്സം ഉണ്ടായില്ലല്ലോ, ഉണ്ടായില്ല. ഉറുപ്പ്യ കടവില്ല. 6666 അങ്ങനെ ഒരു പറക്കത്തുണ്ട്. ഞാൻ എത്രയോ വർഷങ്ങളായി 10-30 വർഷമായി വാതു തുടങ്ങിയിട്ട് നിർത്താൻ പോയി വയ്യ. 30 വർഷം 18ാമത്തെ വയസ്സിൽ തുടങ്ങിയത്. ഫരീദ് റഹ്മാന് 34ആയി. പക്ഷെ പുള്ളിക്ക് വയസ്സ് കുറവില്ല. സന്തൂർ തച്ചാ വിളിക്കണം. അതുകൊണ്ട് നമുക്കങ്ങനെയല്ല. നമ്മളിങ്ങനെ ഓട്ടം പാച്ചിലും ഒക്കെയായി 30 വർഷമാകുകയാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഞാൻ അതിന് വളരെ കുറവായി പോകും. കാരണം എന്തോ ഒരു പക്ഷേ 30 വർഷം അത് പറഞ്ഞിട്ട് ബിരിയാണിയിൽ നിന്ന് പൈസ വാങ്ങിച്ച് നടന്നല്ല. എന്റെ റബ്ബിനോട് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയുണ്ട്. ആ മറുപടിയുടെ പേരാണ് ഹംദാൻ ഫൗണ്ടേഷൻ. യഥാർത്ഥത്തിൽ എനിക്കിപ്പോ വാത് പറഞ്ഞ് സുഖമായിട്ട് ഇടന്നാൽ ഇപ്പൊ എനിക്ക് ഉറക്കം വരില്ല. ഒരു മാസം 20 ലക്ഷം രൂപയാണ് ആ സ്ഥാപനം നടക്കുന്നത്. 1-ാം തീയതി ആകുമ്പോൾ 20 ലക്ഷം രൂപയാണ്. ഇന്നും അൽഹംദുലില്ലാഹ് പടച്ചോൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ 30 വർഷം വാത് പറഞ്ഞ് ഇതുവരെ ഓടി നടന്ന് പലരും പരിഹസിച്ചു, പലരും ആക്ഷേപിച്ചു, പലരും ഫീച്ചർ എഴുതി, ഒന്നും പറഞ്ഞില്ല. വലക്കത് അമുറു അലല്ല ഈമി യസുബ്ബുനി ഫമളൈതു തമ്മത ഖുൽതു ലാ യഇനീനി.
എന്ന് പറഞ്ഞ് ആ വഴി നടന്നു. ഇന്നെനിക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ ഒരു അഹങ്കാരമല്ല. ഇന്ന് വാത് കഴിഞ്ഞ് നാളെ രാവിലെ കൊല്ലം ജില്ലയിലെ കരാളികോണത്തെ ഹംദാനിൽ ഞാൻ എത്തിയാൽ എന്റെ 300 ഹാഫിളീങ്ങളുണ്ട് ഉപ്പ വരുന്നത് പോലെ കാത്തിരിക്കുന്നവർ, 5 നേരവും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, 5 നേരവും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ. ഒരു ഉസ്താദിന് കിട്ടുന്ന ഗുണം അതാണ്. സമൂഹത്തിൽ നിന്നെല്ലാം കിട്ടണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അബ്ദുറഹ്മാൻ ദാരിമി മുത്തേടം. അദ്ദേഹം ഇവിടെ വന്നപ്പോ പറഞ്ഞു, എന്റെ ഉസ്താദാണ് ഹംസൽ കാസിമി ഉസ്താദ്, ഉസ്താദിന് ദുആ ചെയ്യണം, അത് ഞങ്ങളുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. ഉസ്താദ് ഉപ്പയുടെ സ്ഥാനത്താണ്. സഹോദര, കൂടുതലൊന്നും സമ്പാദിച്ചാൽ അതൊന്നും കൊണ്ടുപോവില്ല. പക്ഷേ 100 കണക്കിന് ഹാഫിളീങ്ങൾ ഇന്നെനിക്ക് വഅദ് നിർത്തണമെന്ന് തോന്നിയാൽ ഒരു വിഷമവുമില്ല. കാരണം ഈ 30 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചത് എന്റെ ആ സ്ഥാപനമാണ്. തെക്കൻ കേരളത്തിലെ ഉന്നതമായ ഹാഫിളീങ്ങളുടെ സ്ഥാപനം. തഹജ്ജുദിന്റെ നേരത്ത് പോലും ഖുർആൻ ഓതിയിട്ട് ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്ന സ്ഥാപനം. അല്ലാഹു നമുക്ക് നൽകുന്ന അവസാനത്തെ ബാക്കി അതാണ്, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. തീർച്ചയായും അതുകൊണ്ട് നാം ഇവിടെ വന്ന് ഈ സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഈ നിലാഞ്ചേരി മദ്രസയിലെ കുട്ടികൾ സ്വലാത്ത് ചൊല്ലുമ്പോ അതിന്റെ വരുമാനം എന്റെ അധ്വാനമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ ഒരു കവർ തന്നു, ഉസ്താദേ ഞാനൊരു ചെറിയ പണിക്കാരനാണ്, ഒരു ദിവസത്തെ എന്റെ ശമ്പളം ഉസ്താദിന്റെ ഹംദാന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസത്തെ അവന്റെ കൂലിപ്പണിയുടെ. നമ്മുടെ നാട്ടിലെ മദ്രസയല്ലേ, നമ്മൾ മരിച്ചാലും അത് നിലനിൽക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുമ്പോ എല്ലാവരും അതിലൊരു നല്ല സദഖ അതിലേക്ക് ഇട്ടുകൊടുക്കുകയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്, ആമീൻ പറയ്. കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡീസൽ ഇല്ലേ? സന്തോഷത്തോടെ പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്കൊരു കാര്യം നടക്കാനുണ്ട്, ആ നിയ്യത്തിലാണ് ഞാൻ ഇന്ന് ബക്കറ്റിൽ പൈസ ഇട്ടത്. പടച്ചോനെ, ആ ഹലാലായ മുറാദി നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ആമീൻ പറയും. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യല്ല, എന്റെ ഒരു കാര്യമുണ്ട്, അത് മനസ്സിൽ വെച്ച് അല്ലാഹുവേ ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ദുൽഖഅദിന്റെ ബറക്കത്ത് കൊണ്ട് ഏതാഗ്രഹമാണോ ഈ പാവപ്പെട്ടവൻ മനസ്സിൽ കരുതി അതിലേക്ക് സദഖയിട്ടത് റബ്ബേ നീ ഇതിനെ സ്വീകരിക്കണേ അല്ലാഹ്, അതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അതിനെ നീ ഖൈറായ രീതിയിൽ നടത്തി തരണേ റഹ്മാനേ. പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹുവേ, അല്ലാഹുവേ നീ ഇത് ഖൈറായ രീതിയിൽ നടത്തി തരണേ അല്ലാഹ്. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ രോഗങ്ങളുള്ളവരുണ്ട്, ആ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാഹ്. കടബാധ്യതയുള്ളവരുടെ കടങ്ങളെ മാറ്റി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പലവിധ പ്രയാസങ്ങളുള്ളവർ ആ സദഖ ചെയ്യുന്നവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ദീനിനുതകുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വറകതുലിന ഹസ്ബി റബ്ബി തിരിച്ചു വെച്ചോട്ടോ. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് പിരിയാം, സമയമായ 10 മണി ഇൻഷാ അല്ലാഹ് 11 മണിക്ക് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അപ്പൊ കറക്റ്റ് 2.5 മണിക്കൂറാവും ഇൻഷാ അല്ലാഹ്. അതുവരെ ഇരിക്കൂല എല്ലാവരും, ഒത്തിരി കൂടെ സ്വല്പം മതി ഇൻഷാ അല്ലാഹ്. ഒരു 11 മണി വരെ എല്ലാവരും ഇരിക്കൂലേ? അവിടെ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്ക്. ആ സൈഡിലേക്കാണ് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻമാരൊന്നും കൈവെക്കാത്ത എന്താ? ആ
സ്റ്റാൻഡ് കമ്മിറ്റിയുടെ ആളുകളാണ്. അത് കൈവക്ക് 11 മണി വരെ നിൽക്കൂല്ലോ മതിലീച്ചാരി. അവിടെ ഉള്ളവരൊക്കെ നിൽക്കൂല്ലോ അല്ലേ? 11 മണിയാകുമ്പോ ആടെ സമയമാകുമ്പോ എല്ലാവരും അകത്തോട്ട് വരും. അതുവരെ നിങ്ങൾ സൗകര്യമുള്ളിടത്ത് കയറിയുന്നോളൂ. നിങ്ങൾ അവിടെ ചാരി ഇരുന്നോ, എവിടെയിരുന്ന് കുഴപ്പമില്ല. നിങ്ങളൊക്കെ മുത്തക്കീങ്ങളാണ്, ചാരി ഇരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാവരും അവരവരുടെ മക്കളെ കുറിച്ചുള്ള വല്ലാത്ത ഖേദത്തിലും പ്രയാസത്തിലുമോ. ഇവിടെയാണ് പ്രിയപ്പെട്ട ഭർത്താവ് തിരിച്ചു വന്നിട്ട് ആ പൊന്നുമോനെ തലയെറുക്കാൻ, അവന്റെ കരുത്തിറക്കാൻ ഊടിപ്പിടിച്ച കത്തിയുമായി മലയടിവാരത്തിലേക്ക് നടന്നു പോകുമ്പോ ആ ത്യാഗത്തിന്റെ കുടുംബിനിയായ ഹാജർ റളിയല്ലാഹു അൻഹാ മക്കയിലെ കൊച്ചുകുടിലിൽ നിന്നിട്ട് ആ കാഴ്ച കാണുന്നുണ്ട്. പൊന്നുമോൻ ഇസ്മായിൽ, വാർദ്ധക്യകാലത്ത് അല്ലാഹു തനിക്ക് തന്ന ഇസ്മായിൽ ഭർത്താവില്ലാത്ത നേരത്തെ ചെന്നായിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ഓടിപ്പതിഞ്ഞ് അവസാനം കയ്യാലോ കാലാണോ വളരുന്നതോർത്ത് വളർത്തിയ പൊന്നുമോൻ ഇസ്മായിൽ. ആ ഇസ്മായിലിന്റെ കരുത്തിറക്കാൻ ഭർത്താവ് മൂർച്ചയുള്ള കത്തിയുമായി പോകുമ്പോ ഹാജർ റളിയല്ലാഹു തആല വാതിൽപ്പടിയിൽ ചാരി നിന്ന് കാഴ്ച കാണുന്നുണ്ടാവില്ലേ? കരഞ്ഞില്ല പെങ്ങളെ, നെഞ്ചത്തടിച്ചില്ല സഹോദരി, എന്റെ ഈ ജീവിതം ഇത്രമേൽ ദുഃഖകരമാണെന്ന് പരിതാപം പറഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ തലയെറുക്കാൻ പടച്ചറപ്പിന്റെ കൽപ്പനയ്ക്ക് വിധേയായി എല്ലാ സഹിച്ച ഹാജർ എന്ന പാവപ്പെട്ട ജീവിതത്തിന്റെ പ്രയാസങ്ങളെ ഏറ്റുവാങ്ങിയ ആ പ്രിയപ്പെട്ട സ്ത്രീ കാത്തിരിക്കുമ്പോ മലയടിവാരത്തിലേക്ക് കൊണ്ടുപോയി പാറക്കെട്ടിലേക്ക് പൊന്നുമോൻ ഇസ്മായിലിനെ മലത്തി കിടക്കുമ്പോ 12-13 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരനായ ഇസ്മായിലിനെ പാറക്കെട്ടിൽ മലത്തി കിടത്തിയിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് പിതാവ് കിടത്തിറക്കാൻ പോകുമ്പോ ഇതേതെങ്കിലും നിധികേടിയിട്ടുള്ള നരബലിയല്ല. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം നരബലി നടത്തിയിട്ട് വീടിന്റെ ഉള്ളിൽ നിധിശേഖരം കണ്ടെത്താൻ മക്കളെ നരബലി കൊടുത്തവരുണ്ട്. ശാസ്ത്രബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിശ്വാസങ്ങളുമായി കുടുംബത്തെ ബലി കൊടുത്തവരുണ്ട്. ഇത് ഭൗതികമായൊരു നിധിക്ക് വേണ്ടിയുള്ള ബലിയല്ല. സകല ലോക സിട്ടാവായ പടച്ചവന്റെ വിധിയെ മാനിച്ചിട്ട് കഴുത്തിലോട്ട് കത്തിവെക്കാൻ പോകുമ്പോ ആ സമയത്ത് മറന്നു കിടക്കുന്ന 13 വയസ്സുള്ള ഇസ്മായിൽ എന്ന പൊന്നുമോന് ഇബ്രാഹിം നബി എന്ന പിതാവിനോട് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപ്പാ, എന്നെ നിങ്ങളെ അറുക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നിങ്ങൾ എന്നെ അറുക്കുകയാണെങ്കിൽ കമിഴ്ത്തിക്കിടത്തിയിട്ട് അറുക്കണേ. കാരണം മലർത്തിക്കിടത്തിയിട്ട് എന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചാൽ എന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കിയാൽ എന്റെ ഉപ്പാക്ക് കത്തിയുടെ പിടിയിലെ കൈമുറുകില്ല ഉപ്പാ. അല്ലാഹുവിന്റെ കൽപ്പന നടപ്പാക്കാൻ കഴിയില്ല ഉപ്പാ. അതുകൊണ്ട് എന്നെ കമിഴ്ത്തി കിടത്തിയിട്ടേ കഴുത്തിറക്കാവൂ. എന്റെ കൽക്കാലത്തവരോട് നിങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. 13 വയസ്സുകാരന്റെ മറുപടിയാ, ഉപ്പാ, എന്നെ നിങ്ങൾ കഴുത്തിറക്കാൻ നേരത്തെ എന്റെ കയ്യും കാലും ബലമുള്ള കയറുകൊണ്ട് പിടിച്ചു കെട്ടണം. കാരണം കഴുത്തിലേക്ക് കത്തി വീണിട്ട് എന്നെ ഞരമ്പ് മുറിഞ്ഞ് രക്തം ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന നേരത്തെ അസഖ്യമായ വേദന കൊണ്ട് ഞാൻ കൈകാലിട്ടടിച്ച് പിടയുമ്പോ ഉപ്പയുടെ മനസ്സ് പതറിപ്പോകും. ഉപ്പാ, ഞാനിങ്ങനെ രക്തത്തിൽ കിടന്ന് പിടയുമ്പോ എന്റെ ഉപ്പാടെ കൽബ് പതറിപ്പോവാം. അതുകൊണ്ട് എന്റെ കയ്യും കാലും ബലമുള്ള കയറുകൊണ്ട് കെട്ടിമുറുക്കിയിട്ടേ ഉപ്പാറുക്കാവൂ. മനസ്സ് പതറിയാൽ റബ്ബ് നമ്മളോട് കോപിക്കില്ല ഉപ്പ. മനസ്സ് പതറിയാല് എന്നെ അറുക്കാതിരുന്നാല് നമ്മളൊക്കെ കഥ പറയാറുണ്ട്, ചരിത്രം പറയാറുണ്ട്. പക്ഷേ ആ ഒരു പിക്ചറൈസേഷൻ നമ്മുടെ മനസ്സിൽ വരട്ടെ. മരന്ന് കിടന്നിട്ട് അറുക്കാൻ വരുന്ന ഉപ്പയോട് കുതറിയില്ല. സഹോദരാ സഹോദരി, മദ്യപിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ പിതാവിന്റെ കരുത്തിറക്കുന്ന പുതിയ മക്കളുടെ കാലത്ത്, സ്വത്തിന്റെ പേരിൽ മാതാവിന്റെ തലക്കടിച്ചു കൊല്ലുന്ന മക്കളുടെ കാലത്ത് ഒരു 13 വയസ്സുകാരൻ ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ വിളിച്ചാൽ കേൾക്കുന്ന ഒരു അകലത്തിലല്ലേ
വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ആ ഭാഗത്തല്ലേ നടന്നത്. 10ാം ക്ലാസ്സിൽ പലക ബെഞ്ചിലിരുന്ന് കടിക്കുന്ന കളിക്കൂട്ടുകാരിയോട് പ്രണയം തോന്നിയിട്ട് അവളെ കൊടുക്കു പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു കൊണ്ടുപോയി റെയിൽവേ ക്രോസിൽ കൊണ്ടുപോയി കാലും കയ്യും കെട്ടിയിട്ടിട്ട് 15 വയസ്സുകാരിയെ മാനഭംഗം ചെയ്ത് കഴുത്തു മുറുക്കി കൊന്നിട്ട് ആരും അറിയാതെ അവിടെ നിന്ന് പൊടിയും തട്ടിപ്പോയത് 40കാരനല്ല, അവന്റെ വയസ്സ് 16 വയസ്സാണെന്ന് നമ്മളോട് പറയുമ്പോ നിങ്ങളിൽ നിന്ന് വെളിപ്പാടകലെ കലകബെഞ്ചിലിരിക്കുന്ന പെണ്ണിനോട് പ്രണയം തോന്നിയിട്ട് കാമാർത്തി കൊണ്ട് മരത്തി കടത്തിയിട്ടൊരു പിഞ്ചു കൂട്ടുകാരിയെ ചിതറിത്തെറിപ്പിച്ചവന്റെ വയസ്സ് 16. ആ 16ന്റെ കൗമാരത്തിന്റെ നടുവിൽ ഈ 13 വയസ്സുകാരുടെ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. ആ പൊന്നുമോനാണ് പറഞ്ഞത്, ഇസ്മായിലുപ്പാ എന്റെ കഴുത്തറത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം എന്റെ ശരീരത്തിൽ ഇങ്ങനെ വന്നിട്ട് എന്റെ രക്തം പുരണ്ട വസ്ത്രം എന്റെ ഉമ്മ ഹാജറ ബീവിയെ കാണിക്കല്ല ഉപ്പാ. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. എന്റെ ചോര പുരണ്ട വസ്ത്രം എന്റെ ഉമ്മയെ കാണിക്കരുത്, അതെന്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല ഉപ്പാ. അവസാനം 4ാമത് പറഞ്ഞു, എല്ലാം കഴിഞ്ഞു പോകുമ്പോ എന്റെ സലാം എന്റെ ഉമ്മയോട് പറയണം. ഞാൻ സ്വർഗത്തിൽ ഇസ്മായിൽ ഉമ്മയെ കാത്തിരിക്കുമെന്ന് പറയണം. സഹോദരാ സഹോദരി, നമ്മുടെ മക്കളും ഇസ്മായിലാവണ്ടേ. ഇങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് കരുത്തിറക്കുന്ന നേരത്ത് ജീവിതത്തിൽ ഒരു മകനും പറയാത്ത വർത്തമാനം പറഞ്ഞ് കരുത്ത് നീട്ടിക്കൊടുത്ത ഒരു മകന്റെ പേരാണ് ഇസ്മായിൽ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു പറഞ്ഞത്, വദ്കുറു ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയാ. സൂറത്തു മറിയം വദ്കുറു ഫിൽ കിതാബി ഇസ്മായിൽ. ഇസ്മായിലിനെ കുറിച്ച് നിങ്ങൾ ഈ ഖുർആനിലൂടെ ലോകത്തോട് പറയണേ. സഹോദരാ, നൊന്തു വളർത്ത നൊന്തു പ്രസവിച്ച മക്കൾ, കട്ടപ്പെട്ടു വളർത്തിയ മക്കൾ, ആ മക്കള് നമ്മുടെ ജീവിതത്തിലെ ശാപമായി മാറുന്ന കാലത്ത്, മക്കള് നൊമ്പരമാകുന്ന കാലത്ത്, മക്കള് മണ്ണീരാകുന്ന കാലത്ത് ആല് ഇബ്രാഹിമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ നാം ഓർക്കുകയാണ് അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇസ്മായിൽ നബിയെ പോലെ സ്വാലിഹായ മക്കളാക്കി തരട്ടെ.